ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ചകളിൽ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ പല കഥകൾ, അതിൻ്റെ മൂല്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. പലരും കഥകൾ സ്വന്തമായിട്ട് എഴുതുന്നുണ്ട്, കഥ കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വേദിയായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് നമ്മളോട് കഥ പറയുന്നത് MSS മണിയൻ എന്ന് പറയുന്ന സാറാണ്. സാറിനെ കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. സാർ അൺമ്യൂട്ട് ചെയ്യണേ. സാബു കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്ത് വലയത്തിലുള്ള രണ്ടുപേരാണ് ഇന്നോട് വന്നിട്ടുള്ളത്. ഒന്ന് ആദിഭഗവൻ, മറ്റൊരാള് MSS മണിയൻ, ശിവസുബ്രഹ്മണ്യൻ. ഇതിന്റെ ഷോർട്ട് MSS മണിയൻ. രണ്ടുപേരും തിരുവനന്തപുരം സ്വദേശികളാണ്. സാഹിത്യമായിട്ട് തമിഴും മലയാളത്തിലും നല്ല എന്താ പറയുക താല്പര്യവും വാസനയുമുള്ള ആൾക്കാരാണ്. അതിൽ MSS മണിയൻ നമ്മുടെ തന്നെ ഈ വേദിയിൽ രണ്ടു തവണ വന്നിട്ടുണ്ട്. എൻ്റെ തിരുപ്പുറം പിന്നെ അറ്റൻഡ് ചെയ്യാനും കഥകളുടെ ഇതും ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഇന്ന് ഒരു കഥ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് കൂട്ടാൻ ചോറ്, അത് തമിഴാണ്. നിഴൽ തേടും നിജങ്ങൾ, പിന്നെ ചെറുകഥ സമാഹാരമാണ് രണ്ടും. പിന്നെയുള്ളത് തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് കറുപ്പ് സാമീൻ കഥ, പിന്നെ ഒന്ന് ലേഖ. ആ 2 എണ്ണവും ട്രാൻസ്ലേറ്റ് ഉണ്ട് തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക്. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ GN പണിക്കർ സാറ് ചെയർമാനായിട്ടുള്ള ഒരു വേദിയുണ്ട്, മലയാളം തമിഴ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫോറം എന്ന് പറഞ്ഞിട്ട്. മാസത്തിലൊരു ദിവസം ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 7 വരെയുള്ള ഒരു സാഹിത്യ വേദിയാണ്. അതിൽ ഇദ്ദേഹം ഇപ്പോഴും അതിന്റെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡറായ കുഴിത്തുറയിൽ അവിടെ വളരെയധികം മലയാള സുഹൃത്തുക്കളുണ്ട്. മലയാളവും തമിഴും വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരും സാഹിത്യ രചനകൾ ചെയ്യുന്നവരാണ്. അവിടെ തന്നെ നമ്മുടെ നടനും വളരെ പ്രശസ്തനായ MR ഗോകുമാർ സാറ് പിന്നെ അധ്യക്ഷനായിട്ടുള്ള ഒരു വേദിയാണ് സാഹിത്യ സൗഹൃദ വേദി. അത് രണ്ടാമത്തെ ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ അവിടെ ഒരു കോളേജ് ഓഡിറ്റോറിയത്തിൽ അവർ പങ്കുകൊള്ളുന്നുണ്ട്. അത് ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരും പങ്കുകൊള്ളുന്ന ഒരു സാഹിത്യ വേദിയാണ്. അപ്പൊ ഇതിലൊക്കെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം തമിഴിൽ എഴുതിയൊരു കഥയാണ്. അത് മലയാള അദ്ദേഹം തന്നെയാണ് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് പ്രസന്റ് ചെയ്യും. ആദ്യമായിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഹൃദയം ഒന്ന് ക്ഷമിക്കണമെന്ന് ആദ്യമേ ഒന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു മോഹൻദാസ് സാർ. മണിയൻ വായിക്കാമോ? ഓക്കെ സാർ. ഏവർക്കും സ്വാഗതം. ആദ്യം കഥയിലോട്ട് കിടക്കാം. കുട മഹാത്മ്യം. ഒരു വീട്ടില് ഒരു കുട കണ്ടില്ലെങ്കിൽ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, ചെറിയ ഒരു മാറ്ററിനെ വെച്ചുകൊണ്ട് ഒരു വീട്ടിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ പറയാം. നമുക്ക് ചുറ്റും കഴിഞ്ഞുകൂടുന്നവർ ചില വേളയിൽ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ സമനില തെറ്റുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. മലയോളം ഉള്ള കാര്യങ്ങൾ അത്ര കാര്യമാക്കത്തില്ല. നിസാര കാര്യത്തിന് ഇവർ ബഹളം കൂട്ടുന്നത് കാണാം. പല വർഷങ്ങളായി നാം പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ നഷ്ടമായാൽ നമ്മുടെ സമനില തെറ്റുന്നു. ആദ്യ ശമ്പളത്തിൽ വാങ്ങിച്ച വാച്ച്, കലോത്സവത്തിൽ ഉപന്യാസ മത്സരത്തിൽ ഒന്നാമനായി വിജയിച്ചതിൽ ലഭിച്ച പേന, നമ്മുടെ മാതാപിതാക്കൾ ഓർമ്മ നിലനിർത്തുവാൻ നാം കാത്തു സൂക്ഷിക്കുന്ന സാധനങ്ങൾ, ഇവ എന്നും അമൂല്യമാണ്. ഒരു പ്രസിദ്ധ സിനിമാ നടൻ തൻ്റെ ആദ്യ ശമ്പളമായ 500 രൂപ അവസാനം കാലം വരെ സൂക്ഷിച്ചിരുന്നതായി അറിയാം. ഒരു ബാലിക തൻ്റെ അമ്മയുടെ നിര്യാണത്തിന് ശേഷം അവളുടെ കാറ്റ് തലയണ മറ്റാർക്കും കൊടുക്കത്തില്ല. കാരണം ആ തലയണയിൽ നിറഞ്ഞിരിക്കുന്നത് തൻ്റെ അമ്മയുടെ വായുവാണ്. ഒരു പ്രസിദ്ധ കാബറെ നടി ഒരു സാരി അവസാനം വരെ അവൾ അലമാരയിൽ സൂക്ഷിച്ചു വന്നിരുന്നു.
ആ സാരി അവൾ കോടമ്പാക്കത്ത് അഭിനയിക്കാൻ അവസരം ചോദിച്ചു നടന്നപ്പോൾ അണിഞ്ഞിരുന്നതാണ്. തന്റെ അന്ത്യയാത്രയിൽ ആ സാരി പുതപ്പിക്കണം എന്ന മോഹം അവൾക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം ബന്ധുക്കൾ അവസാനം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കാം. ക്ലാസ് മുറിയിൽ സഹപാഠികൾ തരുന്ന മയിൽപീലികൾ പുസ്തകത്തിന്റെ ഇടയിൽ സൂക്ഷിക്കുന്നവർ, പ്രേമവിവാഹത്തിന് ശേഷം അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന പ്രേമലേഖനങ്ങൾ, ആദ്യ ശമ്പളത്തിൽ മക്കൾ വാങ്ങിത്തന്ന സാധനം, വിവാഹ വാർഷികത്തിന് ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനമായി കൊടുത്ത പട്ടുസാരി, ഇവ മനം കുളിരെ നോക്കി നിർവൃതി തേടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ചില വേളയിൽ അതിൽ ഏതെങ്കിലും ഒന്ന് കാണാതെ പോകുകയോ നഷ്ടപ്പെട്ടു പോകുകയോ ആ വീട്ടിന്റെ അവസ്ഥ ഒന്ന് കാണണം. ഇനിയാണ് കഥയിലോട്ട് പോകുന്നത്. ഇത് ഇൻട്രഡക്ഷൻ അല്ല, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഒരു കുടയുടെ വില എന്ത് കാണും? ഒരു 300-400 രൂപ കാണുമോ? അതിനാണോ ഇത്രയും വലിയ ബഹളം കൂട്ടുന്നത്? മോഹനൻ തന്റെ ജീവിതത്തിൽ ഇതുവരെ പല വിലപ്പെട്ട സാധനങ്ങൾ ശ്രദ്ധക്കുറവ് കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കുടയുടെ വില ഒന്നും വലിയ കാര്യമല്ല തന്നെ. എന്നാലും ഈ ദിവസം തന്നെ ഇത് സംഭവിച്ചല്ലോ ഭഗവാനെ. മോഹനന്റെ മകൾ മല്ലിക നഴ്സറിയിൽ പഠിക്കുമ്പോൾ അവളെയും ഒരു ആട്ടോയിൽ കൂട്ടിക്കൊണ്ട് പവർ ഹൗസിൽ റോട്ടിൽ കാണുന്ന ചെല്ലം അമ്പലമാർട്ടിൽ ചെന്ന് ഈ കുട വാങ്ങിയ ശേഷം പഴവങ്ങാട് ഗണപതി കോവിലിനെ തേങ്ങയും അടിച്ച് പ്രാർത്ഥിച്ചു വന്നത് ഇന്നലെ പോലെ തോന്നുന്നു. അവൾ ഇന്നു പ്രീ ഡിഗ്രി പഠിക്കുകയാണ്. അതിനുശേഷം അവൾ 1-2 കുട വാങ്ങി ഉപയോഗിച്ച് കളഞ്ഞിരുന്നാലും ഈ കുട അവൾ നിധി പോലെ സൂക്ഷിക്കുന്നു. ആ കുടയാണ് മോഹനന്റെ കൈകളിൽ നിന്നും ഇന്നലെ നഷ്ടമായത്. ആദ്യം അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മല്ലിക കുട കൊടുത്തേക്കാൻ മടി കാണിച്ചു. അച്ഛ, നീ ഈ കുട എവിടെയെങ്കിലും വെച്ച് മറന്നു വരും, ഇത് കൊണ്ടുപോകണ്ട അച്ഛ എന്ന് പറഞ്ഞത് അതുപോലെയാണ് ആ സംഭവിക്കുകയും ചെയ്തത്. തന്റെ കൈവശം കുട ഉണ്ടായിരിക്കെ ബാഗിൽ നിന്നും അത് എടുക്കാതെ കൂട്ടുകാരുടെ കുടയിൽ ഒതുങ്ങി അല്പം നനഞ്ഞു പോയാലും സാരമില്ല എന്ന് വീട്ടിൽ വരും. അയൽവാസികൾ കടമായി കുടം ആവശ്യപ്പെട്ടാൽ തന്റെ ഈ കുട അവൾ കൊടുക്കുകയില്ല. മറ്റ് കമ്പി മുറിഞ്ഞതോ കുടത്തുണി കീറിയതോ ആ കുടകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ മകൾ മല്ലിക നിധി പോലെ സൂക്ഷിച്ചു വന്നിരുന്ന കുടയാണ് മോഹനന്റെ കയ്യിൽ നിന്നും നഷ്ടമായത്. അന്ന് മോഹനന്റെ വിവാഹ ദിവസമായിരുന്നു. പതിവ് പോലെ ഭാര്യയുമൊത്ത് അമ്പലത്തിൽ ചെന്നു പ്രാർത്ഥിക്കുവാൻ കൊതിച്ചത് ഇങ്ങനെ സംഭവിക്കുന്നത് കരുതിയില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണി കണ്ടത് ഒരു കൂട്ടം ചൂലുമായി നിൽക്കുന്ന കിളവയാണ്. സാറേ, 1-2 ചൂല് എടുക്കട്ടെ? ഒന്നിന് 80 രൂപ മാത്രം മതി. സാറ് പുറത്തു പോവുകയല്ലേ, ഞാൻ വീട്ടിൽ ചെന്ന് മകളുടെ കയ്യിൽ കൊടുക്കാം. അത് മാത്രമോ? കരമനയിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അതാ വരുന്നു കുറി ഭാസ്കരൻ. അല്ല മോഹന, രണ്ടുപേര് എവിടെയാ പോകുന്നത്? ഈ മളയത്തുകൂടെ കാര്യമാക്കാതെ ഞങ്ങളൊന്ന് ഇത് അറിയണ്ടേ? ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നവരോട് എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ പാടില്ല എന്ന വിവരം കൂടെ അറിയാത്ത വിവരദോഷിയോട് എന്തു പറയാൻ എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു മോഹന. ഭാസ്കരണ്ണ, ഇന്ന് ഞങ്ങളുടെ വിവാഹ ദിവസമാണ്. ആറ്റുകാൽ അമ്പലത്തിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഞങ്ങളുടെ വിവാഹം കൂടെ ആറ്റുകാൽ അമ്പലത്തിലല്ലേ കഴിഞ്ഞത്? അതെങ്ങനെ എനിക്ക് മറക്കാൻ കഴിയും? കല്യാണ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? കല്യാണ ദിവസം മണിയറയിൽ ചെല്ലുന്നത് വരെ മോഹനന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. നീ മറന്നില്ലേ? മോഹനന്റെ ഭാര്യ വസുമതി അല്പം നാണിച്ചു. ഈ വയസ്സുകാലത്ത് അവളുടെ ഒരു നാണം ഭാസ്കരൻ അല്പം അതിര് കടന്നുപോ എന്നൊരു സംശയം. വൃത്തികെട്ടവർ അവനെ പറഞ്ഞയക്കാൻ അല്പം പാടുപെടേണ്ടി വന്നു. ഇങ്ങനെ മുന്നേ പിന്നെ ആലോചിക്കാതെ സംസാരിക്കുന്നവളാണ് വസുമതി. ഈ കുറി ഭാസ്കരനോട് വാക്ക് കൊടുത്താൽ നേരം പോണതേ അറിയില്ല. ഒരു ജോലിയും കൂലിയും ഒന്നുമില്ലാത്തവർ, സ്ത്രീകളോട് പഞ്ചാരടിക്കുന്നതിന് കേമനാണ് അവൻ. എടി, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നാം ജോഡിയായി എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടറെ കാണാൻ പോകുന്നു, ഷുഗർ ചെക്കപ്പ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ മുട്ടുവേദന ഉണ്ട് എന്ന് പറയണമെന്നേ. എന്നാലേ കേൾക്കുന്നവർക്ക് സന്തോഷപ്പെടുകയുള്ളൂ. നീ വലിയ ഹരിചന്ദ്രന്റെ ഭാര്യ, സത്യമേ പറയൂ. ഈ മനുഷ്യന് എന്തു പറ്റി? നല്ലൊരു ദിവസമായി ഡോക്ടർ, ആശുപത്രി എന്നൊക്കെ പറഞ്ഞിട്ട്
എന്തു ചെയ്യാം? എന്റെ തലവിധി. വസുമതി സമാധാനിച്ചു. കുറെ നേരമായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ നിന്റെ സ്ത്രീധനം കൊണ്ടുവന്നതിനെ ഞാൻ നഷ്ടപ്പെടുത്തിയതുപോലെ. ഞാൻ സ്ത്രീധനമൊന്നും വലുതായി കൊണ്ടുവന്നിട്ടില്ല. ഇത് എന്റെ ഈ നാട്ടുകാരെല്ലാം അറിയുന്നതല്ലേ. എന്റെ അച്ഛൻ നിങ്ങൾക്ക് തന്നതൊന്നും പോരായിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2 കൊല്ലം മുൻപേ ചെന്നൈയിൽ നിങ്ങളുടെ ചിറ്റപ്പൻ മരണപ്പെട്ടപ്പോൾ ഒരാഴ്ച വീട് പൂട്ടിക്കൊണ്ട് ചെന്നു. കുളിമുറിയിലെ പിത്തള പൊണിമോഷണം പോയി. പിന്നെ ഇതിനെ പോലെ ഒന്നും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അതെങ്ങനെ കഴിയും? വരവിന് മുകളിൽ ചെലവ്. ശമ്പളത്തിന്റെ പാതി വിവാഹത്തിനും ജന്മദിനത്തിനും സംഭാവനയായി കൊടുക്കേണ്ടി വരുന്നു. അത് കൂടുതൽ നിന്റെ കുടുംബക്കാരുടെ വിശേഷത്തിനാണല്ലോ നമ്മൾ പോണത്. അത് പോട്ടെ, കഴിഞ്ഞ മാസം മോഹൻലാലിന്റെ ബിഗ് ബോസ് ഫൈനൽ കാണുന്ന ധൃതിയിൽ 2 വീലറിനെ വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കാതെ എന്തു പറ്റി? അതുകൂടെ നീ തന്നെ പറ. രാവിലെ 2 വീലറിനെ കാണാനില്ല. ആണുങ്ങൾ കൊണ്ടുപോയി. പിന്നെ പോലീസ് സ്റ്റേഷന് വീടും മാറി നടന്നതും പണച്ചെലവ് മാത്രം മിച്ചം. അസംബ്ലിയിൽ പ്രതിപക്ഷത്തിനേക്കാൾ കടത്തി വെട്ടുന്ന ആരോപണങ്ങൾ. ശ്രീജന്മ എന്ന് പറഞ്ഞത് വെറുതെ അല്ല, നല്ല ഓർമ്മശക്തി അവൾക്ക്. അതെ, എല്ലാം ഞാൻ മാത്രം ചെയ്ത തെറ്റ് തന്നെ, സമ്മതിച്ചിരിക്കുന്നു. ഞാൻ മാത്രം അമ്പലത്തിൽ പോയാൽ മതിയായിരുന്നു. നിന്നെ കൂടി വന്നപ്പോൾ തന്നെ എന്റെ ശ്രദ്ധ മാറിയാൻ കാരണം. വഴിനീളെ പുലമ്പിക്കൊണ്ടുവരുന്നത് എന്റെ ശീലം. അവൾ അണിഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് ചെയിന് കണ്ടോ ചേട്ടാ? ഒരു 6 പവൻ വരുമല്ലോ. അതുമാതിരി ഒന്ന് നമ്മൾ വാങ്ങിക്കണം. അതാ പോകുക. ആ മാമിയുടെ അണിഞ്ഞിരിക്കുന്ന പട്ട് നല്ല നിറം. ഈ ഓണത്തിന് അതുപോലെ വാങ്ങിച്ചു തരുമോ ചേട്ടാ എന്ന് എക്സിബിഷൻ കാണുന്നത് പോലെ വഴിനീളെ നടത്താം. ഇതിനേക്കാൾ വലുത് നിന്നെ ആരെങ്കിലും തട്ടാതെയോ മുട്ടാതെയോ നോക്കണം. എന്തോ ഒരു വലിയത് സംഭവിക്കാതെ ഒരു കുടയോട് നിന്നല്ലോ എന്ന് സമാധാനിച്ചാൽ പോരെ നിനക്ക്? അശ്രദ്ധ കാരണം പല കുഴപ്പങ്ങളിലും ചെന്ന് ചാടുകയും ഭാര്യയിൽ നിന്നും ശരിയായി വഴക്ക് മേടിക്കുകയും മോഹന് പുത്തരിയല്ല തന്നെ. തന്റെ കുടുംബത്തിൽ അവന് മാന്യത കുറഞ്ഞു വരുന്നത് അവൻ മനസ്സിലാക്കി. ആ മാന്യത വീണ്ടെടുക്കാൻ കഴിയുമോ? അതിന് ഒരു ശ്രമം നടത്തിയാൽ എന്ത്? ആറ്റുകാൽ കോവിലിൽ ചെന്നത് സ്റ്റാർ പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണല്ലോ. കുറെ കാലം പെട്രോൾ പമ്പിൽ ജോലിയായിരുന്നത് കൊണ്ട് ആ ബസ്സിലെ ചിലരൊക്കെ അവനെ അറിയാം. രാത്രിയിൽ ബസ്സുകൾ പാർക്ക് ചെയ്തു വരുന്നത് കരമന പൂജപ്പര പോകുന്ന വഴിയിലാണല്ലോ. അവിടെ വരെ ഒന്ന് ചെന്നാലോ? അടുത്ത ദിവസം രാവിലെ അവിടെ ചെന്നു. 1-2 പരിചയക്കാരെ കാണാൻ കഴിഞ്ഞു. അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ മോളെ ഒരു കുട ബസ്സിൽ വെച്ച് മറന്നുപോയി. വല്ലതും കിട്ടിയോ എന്ന് അന്വേഷിക്കാനാ വന്നത്. എന്താ ആശാനെ, ഇവിടെ കാറും ബൈക്കൊക്കെ അടിച്ചു മാറ്റുന്ന കാലം. ഇതിനെ കണ്ടുപിടിക്കാനേ പോലീസുകാർക്ക് നമുക്ക് സമയമില്ല. ഒരു കുട കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ച കുടയല്ലേ, മോഷ്ടിച്ചതൊന്നുമല്ലല്ലോ. എന്റെ മകൾ മല്ലിക നഴ്സറിയിൽ പോകുമ്പോൾ വാങ്ങിയതാ. അത് വേണ്ട, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഈ അടുത്ത് തന്നെ താമസിക്കുന്നു. വലിയ സ്ഥല മഹാദേവൻ പോലീസ് സമീപം. ഇതാ ഇവിടെ വരെ ഒന്ന് വന്നത്. ബുദ്ധിമുട്ടിക്കൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ മോഹന തിരിഞ്ഞു നടന്നു. അവിടെ അവനെ ചിലർ കളിയാക്കി ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ എത്ര കണ്ടതാ. കുടുംബത്തിലും നാട്ടിലും കളിയാക്കാൻ ഒരു കൂട്ടം എപ്പോഴും കാണും. ആ തൊഴിലാളികൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നത് കണ്ടു. അതിൽ ഒരാൾ, ആശാനെ നിക്ക്, വയസ്സുകാലത്ത് ഇവിടെ വരെ വന്നതല്ലേ, വെറുതെ പോകണ്ട. കുറെ കളഞ്ഞു കിട്ടിയ കുടകൾ ഓഫീസ് മുറിയിൽ കിടപ്പുണ്ട്. അതിൽ നല്ലത് ഒന്ന് എടുത്തോ. കുറെ ഞങ്ങളും കൊണ്ടുപോകുന്നതല്ലേ, ഒരെണ്ണം താനും എടുത്തുകൊണ്ട് പോകും. പ്രശ്നം തീർന്നേ. ഓഫീസ് മുറിയിൽ കാണുന്ന കുടക്കൂട്ടത്തിൽ നിന്നും ഭംഗിയായി ഒരെണ്ണം അവൻ എടുത്തു, പരിശോധിച്ചു. 1-2 തവണ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തു. ആ കുടയും എടുത്ത് അവർക്ക് നന്ദി പറഞ്ഞ് അവൻ തിരിച്ചു. ആ നടത്തയിൽ ഒരു ആവേശം കണ്ടു. എന്തോ വെട്ടിപ്പിടിച്ചതുപോലെ തന്നെ കളിയാക്കിയവരോട് മറുപടി ചോദിക്കാനുള്ള ഒരു തിടുക്കം. അവന്റെ വീട് അടുക്കാറായി. എന്നാലും തൻ്റെ മകൾ മല്ലിക നഴ്സറിയിൽ പഠിക്കുമ്പോൾ വാങ്ങിയ ആ പഴയ കുട, പല വർഷം പൊന്നുപോലെ അവൾ സൂക്ഷിച്ചിരുന്ന കുട, നഷ്ടമായ വിഷമത്തിൽ നിന്നും അവന് കരകയറാൻ കഴിഞ്ഞില്ല. ഓക്കെ.
ഓക്കെ സാർ, താങ്ക് യു. ഒരു കഥയല്ലേ ഉള്ളൂ? ആ ഓക്കെ. ഈ കഥ നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ പുറകോട്ട് നമ്മൾക്ക് ഓരോ വാക്കുകളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒത്തിരി ചിന്തകൾ വരുന്നു. ഒരു കുടയുടെ ആ പ്രാധാന്യം വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പലപ്പോഴും താക്കോലും കണ്ണാടി അല്ലെ മറന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി, അതുപോലെ തന്നെ ആദ്യം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്ന കണിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ആദ്യമായിട്ട് കാണുന്ന കാഴ്ച, അതുപോലെ എവിടെ പോകുന്നു എന്നുള്ള ചോദ്യം, വരവിന് മുകളിൽ ചിലവ്, പിന്നെ സാധാരണ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ആരോപണങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കഥയുമായിട്ട് ഒരു ചർച്ചയിലേക്ക് പോകാം. മോഹൻദാസ് സാർ സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിലെ കഥാകൃത്ത് പറഞ്ഞതുപോലെ നിത്യ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അത് അതിൽ നിന്നും എന്തുമാത്രം കാര്യങ്ങളാണ് വ്യതിചലിച്ച് പോകുന്നത്, മാറി മാറി തെന്നി പോകുന്നത് പോലെ. ചിലപ്പോ ഒരു കുടുംബ വഴക്ക് തന്നെ അതിലേക്ക് രൂപാന്തരപ്പെട്ടു വരുന്ന ഒരു അവസ്ഥയും കാണും. രാവിലെ എണീക്കുമ്പോൾ കാണുന്ന ശകുനം മുതൽ പിന്നെ അന്നത്തെ ദിവസം രാത്രി മുഴുവൻ ഇരുന്ന് വരെയുമുള്ള അനുഭവങ്ങളാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും, കൊച്ചു കൊച്ചു വസ്തുക്കളാണെങ്കിൽ പോലും, അദ്ദേഹം പറഞ്ഞ പോലെ ആദ്യമായിട്ട് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനം, ആദ്യമായി അത് വളരെ പ്രിസീസ് ആയിട്ടുള്ള മൂവ്മെന്റ്, ജീവിതത്തിലെ വളരെ എന്താ പറഞ്ഞാല് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തരുന്ന നിമിഷങ്ങൾക്കുള്ള വസ്തുതകളാണ് ഇതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മലയാള സിനിമയിൽ ഇതുപോലെ ഉണ്ട്. ആ ഉർവശിയുടെ ഒരു ചെറിയൊരു കല്യാണം കഴിഞ്ഞ് വരുമ്പോഴുള്ള ഒരു പെട്ടിക്കകത്ത് മുഴുവൻ അത് കണ്ടില്ല, ആ പെട്ടി കണ്ടില്ല എന്ന് പറയുന്നത്. അവസാനം പെട്ടി തുറന്ന് നോക്കുമ്പോഴാണ് 1ാം ക്ലാസ്സിലും LKG-യിലും UKG-യിലൊക്കെ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങളും ആ വളപ്പൊട്ടുകളും ഇതൊക്കെയാണ്. ഇതിനാണോ ഇത്രയും എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അത് ഏറ്റവും വലിയ നിധിയാണ്. അദ്ദേഹം പറയുന്ന വാക്ക് തന്നെ നിധിയാണ്. നിധിയെ പോലെ സൂക്ഷിക്കുന്ന ഒരു വസ്തുവിനെ കാണുന്നു. ഇത് എനിക്ക് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആ ചരിത്രത്തിലും പുള്ളിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഒരു സാധന പരിധി നടക്കുകയാണ്, എവിടെയോ കൈമോശം വന്നു പോയി എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് കൈമോശം വന്നതെന്ന്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു പെൻസിൽ. ഒരു പെൻസിലേ ഉള്ളൂ, ഞങ്ങളത് എത്രയോ മേടിച്ചു തരാന്നുണ്ട്. അല്ല, ഇതൊരു ഏറ്റവും കുഞ്ഞു പെൻസിലാണ്. അത് ഗാന്ധിജിക്ക് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു കുട്ടി, വളരെ ചെറിയൊരു കുട്ടി, അത് കൊടുത്ത് സമ്മാനിച്ച ഒരു കുഞ്ഞു പെൻസിലാണ്. എഴുതാൻ പോലും പറ്റത്തില്ല, പക്ഷേ ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് അന്ന് നഷ്ടപ്പെട്ടു പോയത്. അപ്പോ എന്താ പറയുക, ആ വസ്തുവിന്റെ വിലയോ ഒന്നുമല്ല, അത് ആര് തരുന്നു, ഏത് സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആ വസ്തുവിനോടുള്ള നമുക്കുള്ള ഒരു അറ്റാച്ച്മെന്റ് അവിടെ ഇതാകുന്നത്. അത് എല്ലാവർക്കും ഉണ്ടാകും. അതിനൊരു സെന്റിമെന്റ് ആയിട്ട് കണക്കാക്കുന്നവർക്ക് ആ രീതിക്കാണ് എടുക്കുക. അല്ലാത്തവർക്ക് അതിനെ ഒന്നുമില്ല, നിസ്സാരമായിട്ട് എടുക്കുന്നുള്ളല്ലേ. ആ മൂല്യം കൽപ്പിക്കുന്നത് നമ്മുടെ ചിന്താഗതി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഇദ്ദേഹം തന്നെ ഈ പറയുമ്പോൾ ഒന്നിൽ തുടങ്ങിയിട്ട് അത് ഡൈവേർട്ട് അവരുടെ കുടുംബ പ്രശ്നങ്ങളിലേക്കും, കുടുംബത്തിൽ നിന്നുള്ള ഒന്നിൽ നിന്ന് അവർ പറയുന്ന അവര് വിവാഹം കഴിച്ചു വരുമ്പോഴുള്ള സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ കാണുന്ന കാഴ്ചകളിലേക്ക് എന്തൊക്കെ മേടിച്ചു കൊടുക്കുന്നു എന്നുള്ളതിലുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഒരു തുടക്കം മാത്രം കുറിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ വളരെ ലളിതമായിട്ട്, വളരെ എന്താ പറയുക, തന്മയത്തോടു കൂടി ആ കുടയുടെ കാര്യം അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ആദി ഭഗവാൻ. നമസ്കാരം സാർ. മനുഷ്യ ജീവിതത്തിലെ കാണുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളെ കോർത്ത് ഇണക്കിയ ഒരു കഥയാണ്. അത് എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു അനുഭവം കാണും. എനക്കും ഒരു അനുഭവമുണ്ട്. ഞാൻ 1980 BSc കംപ്ലീറ്റ് ചെയ്തു. BSc കെമിസ്ട്രിയാണ് കംപ്ലീറ്റ് ചെയ്തത്. അന്നത്തെ റെക്കോർഡ് നോട്ട്ബുക്കിൽ എൻ്റെ പ്രൊഫസർ ശ്രീനിവാസൻ, പുള്ളിയുടെ ഒപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒരു വാട്സപ്പ് കൂട്ടായ്മ
BSc പഠിച്ച സ്റ്റുഡൻസ് എല്ലാം ചേർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായി. അപ്പോൾ അതിൽ ഞാൻ പ്രൊഫസറുടെ സിഗ്നേച്ചർ ഫസ്റ്റ് പേജ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അത് ഒരുപാട് ഒരു ഡിസ്കഷൻ ഇടവരുത്തിയതാണ്. അപ്പം ചെറിയ കാര്യമാണ്. പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, ഇത് പഴയ നോട്ട്ബുക്കല്ലേ, നമുക്ക് ആക്രിയിലിട്ടാലോ എന്ന് പോലും ഓർത്തിട്ടുണ്ട്. ഇപ്പോഴും അത് ഒരു പൊക്കിഷം പോലെയാണ് ഞാൻ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും എല്ലാവരുടെ ജീവിതത്തിലും കാണുന്ന ഒരു കഥയാണ് മണിയൻ സാറ് അവതരിപ്പിച്ചത്. കൊള്ളാം സാർ. താങ്ക് യു സാർ. ജ്യോതികുമാർ സാർ. എന്തായാലും മണിയൻ സാറിന്റെ ആ മലയാള ഭാഷ കേൾക്കാൻ നല്ല ഒരു ഭംഗി തോന്നി. കാരണം തമിഴ് കലർന്ന ആ മലയാളം രസകരമായിട്ട് കേൾക്കാൻ ഒരു സുഖം തോന്നി. കേരള തമിഴ്. എന്താ സാർ? കേരള തമിഴ്. അതെ, അതാണ് രസമുണ്ട്, നല്ലൊരു സുഖമുണ്ട് കേൾക്കാൻ. പിന്നെ എന്തായാലും ഈ ഗുണമാഹാത്മ്യത്തിലൂടെ തുടങ്ങിയത് ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, ശരിയാണ്. പക്ഷെ അതിലിപ്പോൾ എനിക്കൊരു വലിയ സംശയം തോന്നി സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ. ഒന്നുമില്ല, എന്താണ് ഈ ഭാര്യയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, ഇതെനിക്ക് തോന്നുന്നത് ഈ ഉലകത്തുള്ള മുഴുവൻ കുടുംബത്തിനും ഇതുണ്ടോ? ഇതെല്ലാം നമ്മളുടെ സ്വന്തം വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടാവുമോ ഈശ്വര എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം തുറന്നു പറയണം, ഒന്നല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് അല്ലെ അവർക്ക് ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവുന്നുണ്ടല്ലേ. അത് ഈ എന്താ പറയാ, പ്രണയിച്ച് കല്യാണം കഴിച്ചവരിൽ പോലും ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല. ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ സാറ്? കാര്യമായിട്ടൊന്ന് ചിന്തിക്കുക, അതിനൊരു പുസ്തകം എഴുതുക. നല്ല പ്രസന്റേഷൻ, അവതരണം നന്നായിരുന്നു സാറേ. അതൊന്ന് ശരിക്കും എൻജോയ് ചെയ്തു ശരിക്കും. പക്ഷെ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇതൊരു ബുക്ക് സാർ എഴുതിയതാണോ അല്ല വേറെ ആരുടെയെങ്കിലും ആണോ അത് ക്രിയേഷൻ? എഴുതിയതാ? അതിന്റെ അനുഭവമാണ് സാറേ. അല്ല, അത് ബുക്കാക്കി എഴുതിയിട്ടുണ്ടോ സാറ്? ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താ പേര് അതിന്? അതിന് വന്ന് നിனைவு പരിസ്. ഓ, നിனைவு പരിസ്. നിனைவு പരിസ് അല്ലേ ഈ പുസ്തകം? മലയാളാണോ? തമിഴിലാണ് ഞാൻ മലയാളത്തിലായി. അത് ശരി. അപ്പൊ അതാരടുത്ത ഫോട്ടോ വെച്ചിട്ടുള്ളത്? താടി? അത് വേറൊരു കഥാപാത്രം. ഓക്കെ. 12 കഥയുണ്ട്. ആഹാ, ഞാൻ സാറ് പറയുന്ന കേട്ടോ, കൂട്ടാഞ്ചോറ്, നിഴൽ തേടും നിജങ്ങൾ, പിന്നെ കുറച്ച് ലേഖ എന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പൊ ഇതും അത് തന്നെയാണ്, തമിഴാണ് അല്ലേ? ഓക്കെ. ശരി, അത് മലയാളത്തിൽ അത് സാർ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നതാണ്. പിന്നെ കുട്ടികളെ നിർബന്ധം അനുസരിച്ച് ചിലതെല്ലാം ഞാൻ അത് അമ്മ പിന്നാലെ ഇരുന്നത് എനിക്ക് കളയ മുടിയാത്. അപ്പൊ നമ്മളും കൂടെ അവരെ കൂടെ നിൽക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കത് നിസ്സാരമാണ്. കുട്ടികൾക്ക് അങ്ങനെ അത് കൊടുക്കാൻ പാടില്ല, ഇത് കൊടുക്കാൻ പാടില്ല. വീട് ഒതുക്കുമ്പോഴേ ചില സാധനങ്ങളൊക്കെ അവർ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇത് എനിക്ക് അപ്പം വേണം, ഇപ്പൊ വേണം. അതിനെയൊക്കെ മനസ്സിനകത്ത് വെച്ച് ഒരു ബിൽഡപ്പ് ചെയ്യും. വളരെ നന്നായി സാറിന്റെ തന്നെ കഥ. താങ്ക് യു വെരി മച്ച്. വീണ്ടും വരിക. ഈ കഥയുടെ തുടക്കം ഞാൻ കേട്ടില്ല, വൈകിയാണ് കയറിയത്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലാണ് സാർ അത് അവതരിപ്പിച്ചത്. എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന മറ്റൊരു കുഞ്ഞു കഥയാണ്, കഥയല്ലാതെ അനുഭവമാണ്. ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് കുട്ടി ട്രൗസറും വിട്ട് കുടയൊന്നും ഉള്ള ഒരു കാലഘട്ടമല്ല. പക്ഷെ അച്ഛൻ ഒരു പുതിയ കുട വാങ്ങി തന്നു. മഴ അവിടെ അന്ന് 2 കെട്ടിടങ്ങളോ 3 നിലയോ 4 നിലയോ കെട്ടിടങ്ങളോ ഒക്കെ അപൂർവമാണ്. അപ്പോൾ ഒരു ആശുപത്രി കെട്ടിടം പണിത് ഉയർത്തുകയാണ്, ഒരു 4 നിലയുള്ള വിശാലമായ ഒരു കെട്ടിടം. അത് ഇന്നത്തെ റെയിൽവേ ഹോസ്പിറ്റലാണത്. അപ്പൊ ഇതിന്റെ അത്ഭുതം കണ്ട് ഞങ്ങൾ 3-4 കൂട്ടുകാർ ഒന്നിച്ച് അതിനകത്തേക്ക് ഓടിക്കയറുകയാണ്. 4 മണി കഴിഞ്ഞു. സ്കൂളിന്റെ അടുത്താണ്. ഞങ്ങൾ ചെയ്തത്, എല്ലാവരും അവരവരുടെ പുസ്തകം പുറത്തു തന്നെ വെച്ചു, കൊണ്ടു നടക്കണ്ടല്ലോ. അതിന്റെ പുറത്ത് ആ കുടയും വെച്ചു, പുതിയ കുടയും വെച്ചു. ഞങ്ങൾ അകത്തേക്ക് കയറിപ്പോയി. ഒരു അരമണിക്കൂർ ഓടി നടന്ന് ചാടി എല്ലാം നോക്കുമോ, നല്ല രസം. തിരിച്ചു വരുമ്പോൾ
ഈ പാവപ്പെട്ടവന്റെ കുടയില്ല അവിടെ. പുസ്തകമുണ്ട്, സ്ലേറ്റുമുണ്ട്. വിഷമായി, കുറെ തപ്പി, ഒന്നും കിട്ടിയില്ല. അച്ഛൻ വാങ്ങിത്തന്ന കുടയാണ്, പുതിയ കുടയാണ്, ഒരുപാട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് കിട്ടിയ കുടയാണ്, നല്ല ചന്തമുള്ള കുട. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ പുസ്തകം കൊണ്ടുവന്നു, കുട കണ്ടില്ലല്ലോ. ഉള്ള സത്യം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല, സാരമില്ല, എന്നത്തെ പോലെ തന്നെ നാളെയും ആ സ്ലേറ്റ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പോലുള്ള സ്ലേറ്റ് അല്ല, വലിയ നല്ല ഖനമുള്ള സ്ലേറ്റ് ആണ്. ആ സ്ലേറ്റ് തലയിൽ വെച്ച് അതിൻ്റെ അടിയിൽ പുസ്തകം വെച്ച് നാളെയും പൊയ്ക്കോളും, ശിക്ഷയൊന്നുമില്ല. പക്ഷെ അത് മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയിരുന്നു. 4 ചീത്ത വിളിച്ച് 2 തുടയിലും ഓരോ അടി തന്നിരുന്നെങ്കിൽ അത് അതോടെ കഴിയുമായിരുന്നു. ഓക്കെ, 2-3 ആഴ്ച മുന്നോട്ട് പോയി. വീട്ടിലെ പശുവിനെ കറക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അത് കൊണ്ടുപോയി ഹോട്ടലിൽ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ പാത്രമൊക്കെ എടുത്തിട്ട് വരണം, അതാണ് കണക്ക്. ഈ മഴ നനഞ്ഞ് ഒരു ദിവസം ഇതേപോലെ തന്നെ ഹോട്ടലിൽ കൊടുത്ത കാശ് വാങ്ങാൻ കയറുമ്പോൾ ഹോട്ടലിന്റെ പുറത്ത് 2 കുടകൾ വെറുതെ ഇരിക്കുന്നു. ഒന്നും നോക്കിയില്ല, 2 കുടയും എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. അച്ഛന്റെ മുൻപിൽ കൊണ്ട് വെച്ചു കൊടുത്തു. ഇതാ അച്ഛ, ഒരു കുടയ്ക്ക് പകരം 2 കുട. അച്ഛന് സത്യത്തിൽ ഞെട്ടിപ്പോയി. അച്ഛൻ അമ്മയോട് എന്ന് പറഞ്ഞു, എടി, നമ്മുടെ മകൻ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനാവാനുള്ള ആദ്യത്തെ ശ്രമത്തിൽ അവൻ വിജയിച്ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. എൻ്റെ ഉള്ളിൽ സന്തോഷമാണ്, കാരണം ഒന്ന് പോയാൽ എന്താ, ഞാൻ 2 എണ്ണം അച്ഛന് കൊണ്ട് കൊടുത്തു. പിറ്റേ ദിവസവും ഞാൻ ചെയ്തത് ഇറങ്ങുകയാണ്. ഞാൻ കുടയൊന്നും എടുത്തില്ല, എൻ്റെ സ്ലേറ്റ് തലയിൽ കമത്തി പുസ്തകം അടിയിൽ വെച്ച് നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഈ കുട നൂർക്കുകയും നനയ്ക്കുകയും ഒന്നും ചെയ്യണ്ട, എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കുക. ഇതിൽ കൂടുതൽ ഒരു ഇടിവെട്ട് കിട്ടാനുണ്ടോ സർ? നിന്നിടത്തുനിന്ന് വിറച്ചു. കാരണം ഞാൻ ചെയ്ത അത് തിരുത്താൻ പോവുകയാണ്, അത് ഞാൻ തന്നെ തിരുത്തണം. എല്ലാം നിയന്ത്രണം വിട്ടുപോയി, പൊട്ടിക്കരഞ്ഞു. മുന്നോട്ട് നടന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനും കൂടെ വരാം, പക്ഷെ കുട നിന്റെ കയ്യിലുണ്ടാകും. ഞങ്ങൾ നടന്നു, 1/2 കിലോമീറ്റർ നടക്കണം. ഹോട്ടലിന്റെ മുന്നിൽ എത്താറായപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ കുട ഞാൻ തന്നേക്ക്. എന്നെ പുറത്ത് നിർത്തി അച്ഛൻ നേരെ ഹോട്ടലിനകത്തേക്ക് കയറിയിട്ട് ആ മാനേജരോട് പറഞ്ഞു, മക്കൾ 2 പേരും ഇന്നലെ തെറ്റി എടുത്തുകൊണ്ട് വന്ന കുടയാണ്. അന്വേഷിച്ചപ്പോൾ അത് ഇവിടുന്നാണ് കിട്ടിയത്, ഞാൻ അതുകൊണ്ട് തിരിച്ചു തരാൻ വന്നതാണ്, ക്ഷമിക്കുക. ഈ കഥ ഇവിടെ ഈ യാഥാർത്ഥ്യം ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഈ കുടയുടെ കഥ കേട്ടപ്പോൾ സത്യത്തിൽ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന തോന്നി സർ. ആ കഥയുടെ അന്ത്യത്തിലും ഒരു പുതിയ കുട സ്വീകരിക്കുകയാണ്. ഇവിടെ സ്വീകരിക്കുകയല്ല, കിട്ടിയ കുട നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നുണ്ടായ ഒരു ഫലം എന്ന് പറയുന്നത് അന്ന് മനസ്സിൽ ഉറപ്പിച്ചു, അന്യരുടെ ഒരു വസ്തുവും എടുക്കരുത് എന്നുള്ളത്. ഒരു പക്ഷെ അച്ഛനും അമ്മയും സാരമില്ല, കിട്ടിയതല്ലേ, ഇരിക്കട്ടെ, നിന്റെ ഒരു കുട പോയതല്ലേ, സാരമില്ലെന്ന് പറഞ്ഞെങ്കിൽ അച്ഛൻ പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ ഞാനൊരു പെരുത്ത കള്ളനായി മാറുമായിരുന്നു. ഇത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ സർ, താങ്ക് യു. റോയ് സർ. ആദ്യമായി മണിയൻ സാറിന്റെ ആ പ്രസന്റേഷൻ വളരെയധികം അഭിനന്ദനം. വളരെ കേട്ടിരിക്കുമ്പോൾ തന്നെ വളരെ എൻജോയബിൾ ആയിട്ട് തോന്നി. ഇതിനകത്തെ കഥാപാത്രങ്ങള് മോഹനും അദ്ദേഹത്തിന്റെ ഭാര്യ വസുമതിയും മല്ലിക എന്ന മകൾക്ക് വാങ്ങിക്കൊടുത്ത ഒരു കുടയുമാണ് എങ്കിലും ഇത് ദൈനംദിന ജീവിതത്തിൽ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന, നമ്മൾ തന്നെ അനുഭവപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും വളരെ ഭംഗിയായി ഈ കഥയിലൂടെ നമ്മളിലേക്ക് വന്നു. ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ളതായ പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കും തോന്നുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കുട മകള് വളരെ ആഗ്രഹിച്ചു മേടിച്ചു കൊടുത്ത കുട. അപ്പൊ നമുക്കും അറിയാം, വളരെ ആഗ്രഹിച്ച് നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അത് നഷ്ടപ്പെട്ടു, ആർക്കും കൊടുക്കാതിരുന്നു, അത് കിട്ടി, കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അവളിലെ ബുദ്ധിമുട്ട് അമ്മയിലൂടെ ഈ മോഹനെ കൂടുതൽ
ഇത് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നി. അത് തന്നെയല്ല, വിലപ്പെട്ട പല സാധനങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സ്വഭാവക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്തു. ഓക്കെ, പിന്നെ കുട നഷ്ടപ്പെട്ടു പോയി ഒരു കുട വാങ്ങിക്കൊടുക്കാം. പക്ഷേ അതിൻ്റെ വാങ്ങിക്കൊടുക്കുന്ന വില ഇല്ലാതെ തന്നെ വെറുതെ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് മനുഷ്യസഹജമായ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഒത്തിരി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും നമുക്ക് ഈ കഥ വളരെയധികം ചിന്താവഹമായും അത് തന്നെയല്ല എൻജോയ് ചെയ്യാനും പറ്റി. കഥ അവതരിപ്പിച്ച സുബ്രഹ്മണ്യം സാറിന് വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു. ജോഷ് സാർ ഉണ്ടോ? ജോഷ് സാർ എത്തിയോ? ജോഷ് സാർ കേൾക്കാമോ? അതുപോലെ രാജു സാർ, രമാവതി മാം, സ്നേഹലത മാം, സാധന, ശ്രീകുമാരി മാം. സാറേ നമസ്കാരം. ഹസ്ബൻഡിന്റെ കസിൻസ് എല്ലാം മദ്രാസിലായതുകൊണ്ട് അവരുടെ മക്കളെല്ലാം സംസാരിക്കുന്ന ആ സ്റ്റൈൽ ആയതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആനന്ദമുണ്ട്. ചിലപ്പോ അവരൊക്കെ വന്നാൽ ആ രമേച്ചേ നല്ല സുഖം. അപ്പൊ ഒരു തമിഴ് കലർന്ന ഒരു രസമുള്ള സംസാരമായിരുന്നു സാറിന്റെ. ഒന്നാമത് ആ സാറിന്റെ കഥ പറച്ചിലുണ്ടല്ലോ, ഞാൻ തുടക്കത്തിൽ വിചാരിച്ചു സാറെന്തപ്പോ ഒരു കൊടയുടെ കഥയാണ് ഇത് പറയുന്നത്. പിന്നെ തുടങ്ങിക്കഴിയുമ്പോഴാണ് അതിന്റെ ഗൗരവം എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നത്. ഇത് ചെറിയ സംഭവമല്ല, വലിയൊരു സംഭവമാണ് എന്നുള്ളത്. ആ പറച്ചലിന്റെ ഇതും പിന്നെ കഥ വലിയ കഥയൊന്നുമല്ല, പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുന്ന കഥയാണ് സാറേ. അത് പറയുമ്പം എല്ലാവരിലും ഉണ്ടാവും ഇങ്ങനെയുള്ള ചെറുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ. ചെറുപ്പത്തിൽ നല്ലോണം ഉണ്ടാവും, ഉറങ്ങൂല കുട്ടികൾ. ഉറക്കല് പോലും അവർ ഞെട്ടിയിട്ട് എന്റെ സാധനം എവിടെ എന്നുള്ള ചോദ്യത്തിലേക്ക് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കിപ്പം യോഗ ടീച്ചറായി പിന്നെ ഞാൻ തോന്നുന്നു അത് കുറച്ച് കുറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ സാറേ. ഇപ്പൊ പറഞ്ഞില്ലേ മറ്റേ ഉർവശി പിന്നെ പെട്ടി തുറന്നിട്ടാകുമ്പോ ഇത് കണ്ട, ഇത് ഞാൻ ആദ്യമായിട്ട് മാങ്ങക്കെറിഞ്ഞ കല്ലാണ്, ഇത് കണ്ട ഈ ബ്രഷ് കണ്ട, ഞാൻ ആദ്യമായിട്ട് 2 പല്ല് കിളുത്തപ്പോ പല്ല് തേച്ചതാണെന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ എനിക്ക് കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് കുമാരേട്ടൻ സാരി വാങ്ങിക്കുന്നല്ലാതെ അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു നല്ല സാരി ഉടുത്തിട്ട് പോണം. അപ്പൊ ആങ്ങളെ ബോംബെയിലായിരുന്നു. അപ്പൊ കൊണ്ടുവന്ന സാരി എന്റെ അളമാരയിൽ എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുമാരേട്ടൻ സാരിന്റെ ഒന്നിച്ച് അതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സാറേ അന്ന് UK പോയിട്ടാകുമ്പോ എന്റെ പേരക്കുട്ടി ഒരു വാട്ടർ ബോട്ടിൽ തന്നു. അപ്പൊ നീലേശ്വരം ഞാൻ പെൻഷനേഴ്സിന്റെ ഒരു പരിപാടിക്ക് പോകുമ്പോ ബസ്സിൽ കയറിയ ഉടനെ ഈ വാട്ടർ ബോട്ടിൽ എനിക്ക് വെള്ളം കുടിക്കണം, എങ്ങനെ വെള്ളം കുടിക്കാന്നുള്ള രീതിയിൽ കയ്യിൽ തന്നെ വെച്ചുപോയി. അപ്പൊ ലോങ് സീറ്റിൽ ഇരുന്ന ഒരു സ്ത്രീൻ്റെ അത് കൊടുത്തു ഞാൻ. എന്റെ സാറേ ഞാൻ ഇറങ്ങിക്കഴിയുമ്പോണ്ടല്ലോ അത് മേടിക്കാൻ മറന്നായി. പിന്നെ പോകുമ്പോഴത്തേക്ക് ബസ്സില്ല ബസ് സ്റ്റാൻഡിൽ. എനിക്ക് വല്ലാത്ത വിഷമായി, അന്ന് ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം നേരെ നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ അതേ സമയത്ത് ഞാൻ പോയിട്ട് ആ ബസ് വന്നിട്ട് ഞാൻ ചോദിച്ചു, ഇന്നലെ ഈ ബസ്സിൽ ഒരു വാട്ടർ ബോട്ടിൽ മറന്നോ? അത് നിങ്ങള് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അവരാ ബോക്സ് തുറന്നിട്ട് എനിക്ക് തന്നിട്ടാകുമ്പോ ഞാൻ അയാൾക്ക് മിഠായി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പിറന്നാളും അങ്ങനെ എന്താന്ന് തോന്നുന്നു, അത് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് എന്റെ പിറന്നാളാണ്, നിങ്ങള് അതുകൊണ്ട് മിഠായി ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് 2-3 മിഠായി എല്ലാം കൊടുത്തയാൾക്ക്. പിന്നെ നിങ്ങളൊക്കെ തെളിവ് കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇത് കണ്ടോ, ഇത് എന്റെ ചേച്ചിന്റെ ഭർത്താവ് മിലിറ്ററി ആയിരുന്നു. അപ്പം അവരുടെ മൂത്ത മകനും ഞാനും 2 വയസ്സിന്റെ വ്യത്യാസമാണ്. ഞാൻ 3ൽ പഠിക്കുമ്പോ അവൻ 1ലാണ്. അപ്പൊ ചേച്ചിന്റെ ഭർത്താവ് 9th പഠിക്കുമ്പോ എനിക്ക് ഈ ചോറ്റുപാത്രം വാങ്ങിത്തതാണ്. സ്റ്റീൽ പാത്രം കെ രമാവതി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായില്. അപ്പം പിന്നെ ഈ പാത്രം ഉണ്ടല്ലോ സാറേ, ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലേ ഒരു സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം ലോക്കറിൽ സ്വർണ്ണോട്ടിട്ട് കൊണ്ടുവച്ച് ആരെങ്കിലും എടുത്തോണ്ട് വെച്ചിട്ട്, പിന്നെ ഈ പാത്രം ഞാൻ അടുക്കളയിൽ വെക്കാൻ എനിക്ക് കുറെ കാലമായിട്ട് പേടി. എന്താ പറഞ്ഞാലേ വീട്ടിലാരെങ്കിലും വന്നിട്ടാകുമ്പോൾ നല്ല സദ്യക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാകുമ്പോഴും നമ്മളെ അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം ചിലപ്പോ കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെയുള്ള. അപ്പൊ കൊണ്ടുപോയ ചില പാത്രങ്ങളെല്ലാം തിരിച്ചു തരൂല. പക്ഷെ ഇതെന്റെ എന്താ പറയണ്ടേ, ഞാൻ സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ എന്റെ പരിപാടി എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആഭരണങ്ങൾ ഉണ്ടല്ലോ നമ്മൾ സാധാരണ വെള്ളി ഇതൊക്കെയുള്ള, അതിട്ടിട്ട് ഞാൻ മേശക്കകത്ത് വെക്കും. എന്താ ഇത് നഷ്ടപ്പെട്ടൂടെ? എനിക്ക് എന്തോ ഇതിനോട് ഒരു അറ്റാച്ച്മെന്റാ സാറേ. എനിക്ക് വാങ്ങിത്തന്ന ഈ പാത്രത്തിനോട് ഒരു ചെറിയ കഞ്ഞിപ്പാത്രമാണ് ഇത്.
പക്ഷെ ഓഫീസിൽ 33 കൊല്ലം സർവീസ് ചെയ്യുമ്പോൾ ഈ പാത്രത്തിലാണ് ഈ ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാരും ചോദിക്കും, ഇതെന്താ ഇത്ര ചെറിയ പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവരുന്നത്, ഞങ്ങൾ തന്നാ പോരെ ഒരു പിടി, ഇത്ര കഴിച്ചിട്ട് എന്നാ വേണ്ടേന്നൊക്കെ. പക്ഷെ അവർക്കറിയില്ലല്ലോ ഇതിന്റെ കഥ. അപ്പൊ സാറിന്റെ കഥ ശരിക്കും എനിക്ക് നല്ലോണം മനസ്സിൽ തട്ടിയത്. സാറിന്റെ കഥ കേട്ടിട്ടാകുമ്പോ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവം ഉള്ളവരുണ്ട് സാറേ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കഥ. കാരണം കൊടാന്ന് മാത്രമല്ല, ചെറിയൊരു പെൻസിലാണെങ്കിലും താഴെ വീണാല് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണെന്നുള്ള രീതിയിൽ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, രാജു ഫിലിപ്പ് സാറുണ്ടോ? സ്നേഹലത മാം, ജോർജ് ഫിലിപ്പ്, ശ്രീകുമാരി, സുനിത, ആരെങ്കിലും? എന്മടി രാജു സാർ, എന്മടി സാർ. ഇവിടെ എല്ലാവരും പങ്കുവച്ചു. നല്ല കഥയാണ് തീർച്ചയായിട്ടും. ഗതകാല സ്മരണകൾ ഉയർത്തുന്നതായിട്ടുള്ള നൊസ്റ്റാൾജിയ ഉയർത്തുന്നതായിട്ടുള്ള കഥയായിരുന്നു. പക്ഷെ എനിക്കൊരു വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇത് പറയാൻ കഴിയും. അതായത് ഈ ചെറിയ ചെറിയ കാര്യങ്ങള് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, വലിയ കാര്യങ്ങൾക്ക് ചോർന്നു പോകുന്ന അറിയില്ല. ചോർന്നു പോകും. അതിന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്തു. ശരിയല്ലേ സാർ? സാറെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്തു പറഞ്ഞു. അതുമാതിരി ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഈ ചെറിയ ചെറിയ തെറ്റുകളല്ല, വലിയ വലിയ തെറ്റുകളാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. കാരണം സമൂഹത്തിൽ നടക്കുന്ന അനീതിയെ എതിർക്കാതിരുന്നു കഴിഞ്ഞാൽ ആ അനീതി നമ്മൾ തന്നെ ചെയ്യുകയാണ്. സമൂഹത്തിൽ ആ അനീതി ഇവിടെ നടക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക ചെയ്യുക. നമ്മൾ ന്യൂട്രൽ നിൽക്കുക. ന്യൂട്രൽ, ഞാൻ നിഷ്പക്ഷമാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ അനീതി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും. വലിയ വലിയ അനീതി നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെറിയ കാര്യങ്ങൾ എനിക്ക് വെള്ളം പറയരുത്, മറ്റേ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെയ്യുന്ന, അതേസമയം വലിയ ഇഫക്റ്റ് ഉണ്ട്. സാമൂഹ്യ പാപങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമായ പാപങ്ങളെക്കാളും വലുതാണ് സാമൂഹ്യ പാപം. അപ്പം നമ്മൾ റിലീജിയസ് ആണെന്ന് പറയും, അതേസമയം അതിന് നമുക്ക് സാക്രിഫൈസ് ഇല്ല. റിലീജിയൻ വിത്തൗട്ട് സാക്രിഫൈസ്. പൊളിറ്റിക്സിലാണെങ്കിൽ നോ പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ ഇല്ലാത്ത പൊളിറ്റിക്സ്. അതുപോലെ തന്നെ സയൻസിനകത്ത് സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി. ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് ചൂഷണം. അതായത് വലിയ വലിയ മൂല്യങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഇതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയുക. ബാക്കിയുള്ളവരെ നമ്മുടെ സ്വന്തമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായെന്ന് പറഞ്ഞേ ഉള്ളൂ. അതായത് നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, അതേസമയം വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ മറന്നു കളയുക ചെയ്യുന്നു. ഈ പറഞ്ഞതായ സാമൂഹിക പാപങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെതായിട്ടുള്ള ഈ ചെറിയ ചെറിയ തെറ്റുകളെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കാതെ, വലിയ വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ആരും ചൂണ്ടിക്കാണിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെയാണ് എനിക്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് ഓർമ്മ വന്നത്. വളരെ നല്ല കഥയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ആ രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വ്യത്യസ്തമായി പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ജോർജ് സാർ. MSS മണിയം സാർ, ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. എനിക്ക് സംസാരിക്കാൻ പറ്റിയ ആരോഗ്യ അവസ്ഥയല്ല. കൊണ്ട് ഞാൻ കഥ കേട്ടു. ആളുകളെല്ലാം നന്നായിട്ടത് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അഭിനന്ദന വാക്കെങ്കിലും പറയണമെന്ന് വിചാരിച്ച് അൺമ്യൂട്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതിന് ഒരുപാട് സമാനതകളുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം ഉണ്ടാകുന്നു. ഏറെക്കുറെ എല്ലാവരുടെ ജീവിതവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പിന്നെ സ്ഥലകാല സാഹചര്യം അനുസരിച്ച് അതിന്റെ ചില രീതികളൊക്കെ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിത്യ സംഭവങ്ങളെ ഒരു കലയുടെ ഫ്രെയിമിലാക്കി അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് വെച്ച് ഒരു മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് സാറിന്റെ ഒന്നാമത്തെ മികവ്. അത് തമിഴും മലയാളവും കൂടി കലർന്ന സുന്ദരമായ കേൾവിക്ക് ഇമ്പമുള്ള ശബ്ദത്തിൽ അത് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത്
രണ്ടാമത്തെ കാര്യം, കേൾവിക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചു പോയ ഓരോ സംഗതികളെ ഓർത്തെടുക്കാൻ ഉപകാരപ്പെടുത്തിയ വളരെ നല്ല ഒരു പ്രമേയം. ഈ അർത്ഥത്തിലെല്ലാം സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ കഥകളുമായി വരിക. വളരെ സന്തോഷം. നന്ദി. താങ്ക് യു ജോർജ് സാർ. സ്നേഹലത മാം. നല്ല കഥയായിരുന്നു. ഞാൻ മുഴുവൻ കേട്ടില്ല. ആ തമിഴ് ചുവ കലർന്ന മലയാളം നല്ല രസമായിരുന്ന ഭാഷ, അത് ഞാൻ എൻജോയ് ചെയ്തു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നാം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടു. സന്തോഷം. സാർ, ഇത് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ 7:30-ക്കാണ് തുടങ്ങുന്നത് ഈ പ്രോഗ്രാം, കഥ പറച്ചില്? അല്ല, 7 മണിക്ക് തന്നെയാണ്. 7 മണി 7:10 ആവുന്നു. ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ട്? ഒരാൾക്കോ 2 പേർക്കോ പറയാൻ കുഴപ്പമില്ല. കഥ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെ മെസ്സേജ് അയച്ചാൽ കേട്ടോ. അപ്പൊ അടുത്ത ചൊവ്വാഴ്ച എനിക്കൊരു അവസരം തരൂ? പിന്നെന്താ, ഒരു കഥ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റ് ഒക്കെ ഉള്ള കഥ, 1-2 കഥകൾ പറഞ്ഞോളൂ. അപ്പൊ ഒരാൾക്ക് തന്നെ പറയാലോ. ഓക്കെ സാർ, താങ്ക് യു. എനിക്ക് തോന്നുന്നു സ്നേഹലത മാമും കഥ പറയാൻ റെഡി പറയട്ടെ സാർ. പറയും. നിത്യജീവിതത്തിലുള്ള എല്ലാവരുടെയും നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കഥ. പിന്നെ ഉലയനാൻ സാറാണ് പറഞ്ഞ് വേറെ സാറിന്റെ ജീവിതത്തിലെ ആ കഥ. അതുപോലത്തെ ഒരു കൊച്ചു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചോട്ടെ? ചെറിയേ ഉള്ളു. എന്റെ ആ പുസ്തകത്തിലുള്ളതാ. അപ്പൂപ്പൻ എന്ന എന്റെ കഥയുടെ പേര്. അച്ഛന്റെ വീട് തെക്കേത്, അമ്മയുടെ വീട് വടക്കേത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പേന വെച്ചെഴുതാൻ കൊതിയായിരുന്നു. അച്ഛന്റെ വീട്ടിൽ ചിറ്റപ്പന്റെ പേന മേശപ്പുറത്തിരിക്കുന്നു. ആരും അടുത്തില്ല. ഞാനത് കയ്യിലെടുത്തു. വീട്ടിൽ കൊണ്ടുപോയി എഴുതി നോക്കാം. പെട്ടെന്നൊരു വിളി, പേനക്കള്ളി. അപ്പൂപ്പൻ. ഞാൻ പേന മേശപ്പുറത്ത് വെച്ചിട്ട് സ്ഥലം വിട്ടു. പിന്നെ കാണുമ്പോഴൊക്കെ അപ്പൂപ്പൻ എന്നെ പേനാക്കള്ളി എന്ന് വിളിക്കും. മോഷ്ടിക്കരുത് എന്ന പാഠം അപ്പൂപ്പൻ എനിക്ക് തന്നു. ട്രൂത്ത് അലോൺ ട്രയംസ് എന്ന പാഠം പ്രാക്ടിക്കലായി കിട്ടിയ അനുഭവം. അപ്പൂപ്പന്റെ ചാരുകസേരയിലെ ഒരു വടി ഊരി വെച്ച് ഞാൻ അപ്പൂപ്പനോട് പ്രതികാരം വീട്ടി. അപ്പൂപ്പൻ എന്നെ തല്ലിയില്ല, വഴക്കും പറഞ്ഞില്ല. എല്ലാവരോടും അത് പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൂപ്പനെ കസേരയിൽ നിന്ന് വീഴാൻ ഇടയാക്കിയതിൽ എനിക്ക് തന്നെ കുറ്റബോധം തോന്നി. അതിൽ കൂടെ ചതിക്കരുത് എന്നൊരു പാഠവും എനിക്ക് കിട്ടി. ഇത്രേ ഉള്ളു സാർ. വെരി ഗുഡ്, നൈസ്. അതെ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? സുനിത രാജ്? ഇല്ല. മണിയൻ സാർ ഒന്ന് അഡ്മിറ്റ് ചെയ്യാമോ? സാറിന്റെ കഥയെ കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. എനിക്കൊരു ചോദ്യമുണ്ട്. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കുട്ടിക്ക് കൊടുത്ത കൊടയ്ക്ക് അത്രയും മൂല്യമുള്ളതാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ കൊട എടുത്തുകൊണ്ട് പോകാൻ എന്തായിരിക്കും കാരണം? കൊട എടുത്തിട്ട് പോയാൽ അത്രയും തൃപ്തിയായില്ല. അത് കളഞ്ഞു പോയത് കിട്ടിയ അവിടെ പോയത് രാവിലെ ഇവിടെ വരെ വന്നതല്ലേ, ശരി, ഇവിടെ നിറച്ച് കുടകളെ കിടക്കുന്ന ഒന്ന് കൊണ്ടുപോകുന്നു. കൊടുത്തിട്ട് വ്യാസയിൽ ഞാൻ ഒരു കുട കൊണ്ടുവന്നത് വീട്ടിൽ പോയാലും മനസ്സിനകത്ത് മറ്റേ കുട കിട്ടിയില്ലല്ലോ എന്ന ആ വിഷമത്തിൽ നിന്ന് വീടുപെറാൻ കഴിഞ്ഞില്ല എന്നാണ് കൊണ്ടുവന്ന രീതിയിൽ കൊണ്ടുവരുന്നത്. അതൊരു അമൂല്യമായ ഒരു കഥയിൽ ഒരു നിസ്സാരമായ ഒരു കാര്യത്തിനെ കൊണ്ട് ഒരു 5 പേജ് എഴുതുക. ഈ പ്രകൃതിയെ വർണ്ണിക്കവും പിന്നെ സാഹിത്യം ഒന്നും ഇല്ലാതെ പ്രാക്ടിക്കൽ ലൈഫിനെ ഞാൻ പുതിയ ഒരു കുട കളഞ്ഞ് ഇതേ സ്റ്റാറിൽ പോയി കളഞ്ഞു പോയ കുട തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അതിന്റെ മനസ്സിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് ബാക്കിയൊക്കെ ബിൽഡപ്പ്, കൊച്ചിന് കാര്യങ്ങൾ, പിന്നെ വീട്ടിൽ വഴക്ക്, ഈ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ വെച്ച് ഉടനെ പഴയ കാര്യങ്ങൾ പറയും. ശ്രീധനം കൊണ്ടുവന്നതാണ് ഞാൻ തോലച്ചത്. ഇങ്ങനെ ഭാര്യ ഭർത്താവുമായിട്ടുള്ള രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സംസാരം. ഇപ്പൊ എന്തെങ്കിലും കണ്ടെങ്കിൽ പറയും, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിരിക്കും. വീട്ടിനകത്ത് തന്നെ കണ്ടുപിടിക്കാനുള്ള വിഷമം കൊണ്ട് അവർ പറയും, നിങ്ങൾ തന്നെ അത് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ഒരു
സംഭാഷണം അതിന്റെ ലിങ്കായിട്ട് കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നു. അതൊരു സുന്ദാനുഭവം. ഒരു വലിയ സാഹിത്യമൊന്നുമില്ല, അത് പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്ന എന്തെങ്കിലും ഒരു സംഭവം മാധ്യമമായിട്ട് വെച്ച് എഴുതുക, അത് ഒരു കവിതയായിട്ട് എഴുതുന്ന. പിന്നെ ഞങ്ങൾക്ക് വന്ന് ഈ തിരുവനന്തപുരത്തുകാർക്ക് സ്വാപമുണ്ട്, തമിഴും വീട്ടിനകത്ത് തമിഴും, പുറമെ പോയി മാർക്കറ്റിൽ പോകുമ്പോൾ മലയാളം സംസാരിക്കും. അതാണ് മോഹൻദാസിൻ്റെ ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ ഒരു തമിഴ് കൂടെ ചെവ വരും, അതെല്ലാം ധൈര്യമായിട്ട് പറയാം. മോഹൻദാസിന്റെ സഹോദരൻ ഇളങ്കോവും ഞാനും ക്ലാസ്മേറ്റ് ആണ്. അതിലിരുന്ന് ചെറുപ്പത്തിൽ നിന്ന് ഞങ്ങൾ ഒരു പഴക്കമുണ്ട്. അവസരം നിർബന്ധിച്ച് പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പച്ച മലയാളം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പറയുമ്പോൾ അത് ഒരു ഇത് വരല്ലോ, അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പൊ മോഹൻദാസ് അതൊന്നും വേണ്ട, പിന്നെ ആശയങ്ങൾ തന്നെയല്ലോ. തമിഴ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ തമിഴ് മലയാളം ഒന്നുമില്ല, സാഹിത്യത്തിൽ ഒന്നേ ഉള്ളൂ. തമിഴ് അറിയുന്നവർ തമിഴ് എഴുതുന്നു, ഹിന്ദി അറിയുന്നവർ ഹിന്ദി എഴുതുന്നു. സാഹിത്യവും നമ്മളുടെ മനസ്സിലുള്ള കற்பനയൊക്കെ ഒന്ന് തന്നെ. ഏത് വർഷമോ അത് എഴുതുന്നു, ഹിന്ദി എഴുതുന്നു. ഞാൻ പഠിച്ചത് മലയാളം തന്നെ, പക്ഷേ ആശയങ്ങൾ വരുന്നത് തമിഴിലാണ്. ഒരു സിറ്റുവേഷൻ, ഒരു കാലത്തിന് നമ്മൾ അടിമയില്ലേ, ആ കാലത്തിനും അടിമ, അത് ഉള്ള രീതിയിൽ പോകുന്നു. ഈ അവസരം ആദ്യത്തെ അവസരമാണ്, അവസരം തന്നതിൽ വളരെ സന്തോഷമാണ്. വീണ്ടും ഇതുപോലെ കഥകളൊക്കെ ആയിട്ട് വരിക. തീർച്ചയായും നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാനും ഇപ്പം നല്ല ചർച്ചയായിരുന്നു. ഇത് പറഞ്ഞപ്പോ അവർക്കും ഒരു പേനയുടെ കാര്യങ്ങൾ അവർ പറഞ്ഞില്ലേ. കൊച്ചിയിൽ നിന്ന് പേന നമ്മൾ ഒരു 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലാണ് പേന എടുത്ത് നമ്മൾ എഴുതുന്നത്. ഇന്ന് അതൊക്കെ മാറി, കുട്ടികളൊക്കെ മാറി. അപ്പോൾ പേന എടുത്ത് എഴുതാനുള്ള ഒരു മോഹം കാണും. നമ്മൾ കുടയെ വെച്ച് എഴുതുന്നത്, അവർക്ക് പേന എടുക്കാനുള്ള മോഹമായിരുന്നു. അന്ന് SLC ജയിച്ചാൽ വാങ്ങി തരുന്നത് ഒരു പേനയായിരുന്നു. ഇല്ലെങ്കിൽ കൂട്ടിയിട്ട് പോയി ഒരു 200 രൂപയ്ക്ക് ഒരു ചെരുപ്പ് വാങ്ങി തരുമായിരുന്നു. ഇന്ന് സ്കൂട്ടറും കാറും ഒക്കെയാണ് വാങ്ങി കൊടുക്കുന്നത്. അതും കാലഘട്ടത്തിന്റെ മാറ്റമാണ്. നന്ദി സാർ. മണി സാറിന്റെ ഒരു തുടക്കം വഴി ഉലയന സാറിന്റെ ഒരു ജീവിത അനുഭവം വന്നു. അതുപോലെ തന്നെ സ്നേഹലത മേഡത്തിന്റെ സാറ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സ്നേഹലത മാം പറഞ്ഞതിന് ചേർന്നിട്ടാണ് പറയാൻ പോകുന്നത്. 2 മിനിറ്റ്. ഈ എന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, അച്ഛനെ മരിച്ചുപോയത്. ഈ അച്ഛനൊരു കാലിങ്ങനെ നീട്ടി വെച്ച് കിടക്കുന്ന ഒരു കവിഞ്ചിയുണ്ട്. അച്ഛനൊന്ന് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു തുണി കൊണ്ടുള്ള ഒരു കവിഞ്ചിയാണ്. അതിന്റെ 2 അറ്റത്തും ഓരോ കോല് ചേർത്തിയിട്ടാണ് അതിൽ നിർത്തിയിരിക്കുക. അപ്പൊ ഞാനൊക്കെ വരുമ്പോ ജ്യേഷ്ഠൻ എപ്പോ അച്ഛനില്ലെങ്കിൽ ജ്യേഷ്ഠൻ വന്നങ്ങ് കിടക്കും എപ്പോഴും. ഞാൻ പലപ്പോഴും പറയും, ഞാനൊന്ന് കിടക്കട്ടെ ചേട്ടാ. നിനക്കൊന്നും കിടക്കാറായിട്ടില്ല. ജ്യേഷ്ഠൻ എന്നെ കളിയാക്കുമായിരുന്നു. ഇത് മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ജ്യേഷ്ഠൻ ഇല്ലാത്തപ്പോ ഞാൻ പതുക്കെ ചെന്നിട്ട് ആ തലഭാഗത്തെ കോലങ്ങ് ഊരി ഞാൻ കൊണ്ടുപോയി. ഏട്ടൻ വന്ന് കിടക്കുമല്ലോ, തലയടിച്ച് വീഴുന്നു, എനിക്കൊന്ന് കാണണം. ഞാനത് വിട്ടു. ഞാൻ പോയി. ജ്യേഷ്ഠൻ എന്തോ അന്ന് വന്നില്ല, പുള്ളിക്ക് എന്തോ തിരക്കായിരുന്നു. ഞാൻ ഊരിയ കഥ മറന്നുകൊണ്ട്, ഇതാ എന്റെ കവിഞ്ചി വെറുതെ കിടക്കുന്നു. ഞാൻ ഓടിപ്പോയി ചേട്ടൻ വരുന്നതിന് മുമ്പ് കിടക്കാൻ അങ്ങ് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ പെടുമെന്ന ആ ഒരു പാഠം എനിക്ക് ഞാൻ തന്നെയാണ് വരുത്തി വെച്ചത്. ഓക്കെ സാർ. സ്നേഹലത മാം പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഈ കുട്ടിക്കാലത്ത് അസാധ്യ കുസൃതിയാന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. സാബു സാറേ, അതുപോലെ ഉലയൻ സാർ പറഞ്ഞത്, ഉലയൻ സാറിന്റെ അച്ഛന് ബിഗ് സല്യൂട്ട്. എന്താ പറയാ സാറേ, ഇത് ഒരു 2 മിനിറ്റ്. അമ്മ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്കൂളിൽ പോകുമ്പം ട്രൗസർ ഇട്ട് പോകുന്ന ഒരു കുട്ടി ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരുമ്പം അടക്ക ഉണ്ടല്ലോ, അടക്ക ഉള്ള വീട്ടിൽ നിന്ന് അടക്ക എടുത്തൊരു പോക്കറ്റിലിടും. അപ്പൊ അച്ഛനില്ല, അമ്മ മാത്രം. മോനെ നന്നായി, അമ്മമ്മക്ക് മുറുക്കാനുള്ള ഇതാണല്ലോ. അപ്പം ആ കുട്ടിക്കൊരു പ്രോത്സാഹനം എപ്പോഴും കൊണ്ടുവരും. പിന്നെ എപ്പോഴും അവര് കാണാതെ അടക്ക എടുത്തിട്ട് കൊണ്ടുവരും. പിന്നെ ഈ കുട്ടി വലിയ കള്ളനായിട്ട് പിടിച്ചു. പിന്നെ ജഡ്ജി തൂക്കിക്കൊല്ലാനെല്ലാം വിധിച്ചിട്ടാകുമ്പോ ആ കുട്ടി പറഞ്ഞു, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ അമ്മേനെ അടുത്തുനിന്ന് കസേര വഴി ഇരുത്തണം, എനിക്ക് ഒന്ന് കാണണം, ഒന്ന് പറയാനുണ്ട്. അങ്ങനെ കുട്ടി അടുത്ത് പോയിട്ട് ചെവിയിൽ എന്തോ പറഞ്ഞതേ ഉള്ളൂ. നോക്കുമ്പോ അമ്മയുടെ ചെവി കുട്ടീന്റെ വായിലാണ്. അപ്പം ഇതെന്താ ചെയ്ത്? പെറ്റമ്മയല്ലേ. അപ്പൊ പറഞ്ഞു, അല്ല അന്ന് അടക്ക കക്കുമ്പോ എന്നോട് കട്ടൂടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു.
അപ്പൊ സാറിന്റെ അച്ഛൻ ചെയ്ത ആ നല്ല കാര്യം ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു. ഓക്കെ, ഒരാൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കും അല്ലേ? നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസിന്റെ ദിവസമാണ്. നാർസിസ്റ്റിക് എന്ന് പറയുന്ന സെൽഫ് അഡ്മിറേഷനുമായിട്ട് വരുന്ന ഇതിനെ മാനേജ് ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആന്റണി സാറ് 80-ലധികം ദിവസങ്ങളായി നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ബുധനാഴ്ചകളിലും മൈൻഡ്ഫുൾനെസ് ക്ലാസ്സുകൾ എല്ലാവർക്കും വരാൻ പറ്റുന്നവർക്ക് വരിക. സോ ഇന്ന് മണിയൻ സാർ വളരെ സന്തോഷം, വളരെ പുതുമയുള്ള, എന്നാൽ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഡെയിലി കേൾക്കുന്ന, അനുഭവിക്കുന്ന, ചിന്തിക്കുന്നതിനൊക്കെ കണക്ട് ചെയ്ത് നല്ലോണം സിങ്കർണൈസ് ചെയ്ത് സാർ അത് അവതരിപ്പിച്ചു. വീണ്ടും കഥ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ കഥകൾ റെഡിയാണെന്നറിയാം. തീർച്ചയായിട്ടും കഥകളുമായിട്ട് വരിക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മളെല്ലാവരും നമ്മൾ ഇവിടെയുള്ളവരെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയുകയും ഒക്കെ ചെയ്യും. സ്നേഹലത മാം ബുക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷെ മാമിന് ഒരു ദിവസം ഒന്ന് പറയണേ എന്നാണ് റെഡിയാകുന്നത്. അതുപോലെ എല്ലാവരും തന്നെ എനിക്ക് ആരും തന്നെ ഇല്ലായെങ്കിൽ എല്ലാവരും അവരുടേതായ കഥകൾ പറയാറുണ്ട്. സ്വന്തം കഥകൾ എഴുതുന്നവരുണ്ട്, അല്ലാതെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ മണിയൻ സാർ, താങ്ക് യു വൺസ് അഗെയിൻ. വളരെ സന്തോഷം. മണിയൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഹൻദാസ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും മൈൻഡ്ഫുൾനെസ്സുമായിട്ട് കാണാം. സോ ഇന്നത്തെ കഥകളുടെ മൂല്യങ്ങളുമായിട്ട് നമുക്ക് ഇന്ന് യാത്ര പറയാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സർ, ഗുഡ് നൈറ്റ് സർ.